ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെൽജിയത്തിൽ നിന്നാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത കൊണ്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ പഴയ ടാക്കോ കാർഡ്. ഇത് ഡേറ്റ് എപ്പോഴാണ്? 20/12/2025 തീർന്നു. 6 മാസത്തെ ആയിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പുതിയ ടാക്കോ ഇട്ടിട്ട് വേണം ഓടിക്കാൻ. ഇതിനി 5 വർഷത്തേക്ക് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യണം. ഇത് ഇൻസേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ വണ്ടി സ്റ്റാർട്ടാക്കുക, അല്ലെങ്കിൽ എൻജിൻ സ്വിച്ച് ഓൺ ആക്കി ഇടുക. ഇപ്പോൾ നമ്മളെ ടാക്കോക്കകത്ത് കാണുന്നത് നമ്മളെ റെസ്റ്റ് ടൈമാണ്. കുറച്ച് നേരം ഈ മനുഷ്യൻ്റെ എംബ്ലത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ടാക്കോ ഓടേണ്ട ഡ്രോ ഓപ്പൺ ആയി വരും. അതിനകത്തേക്ക് ടാക്കോ ഇടുമ്പോൾ ഫോട്ടോ അടിയിൽ വരുന്ന വിധത്തിലും അതുപോലെ തന്നെ ചിപ്പ് മേലെ വരുന്ന വിധത്തിലും വേണം നമ്മൾ ടാക്കോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ടാക്കോ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏറെക്കുറെ നമ്മളെ വിവരങ്ങളൊക്കെ മെഷീൻ്റെ അകത്ത് വരും. ഇത് നമുക്ക് ലിത്വാനിയൻ ലാംഗ്വേജിലാണ് ഉള്ളത്. എല്ലാം ഓക്കെ കൊടുത്ത് വിട്ടാൽ മതി. ഓക്കെ നമ്മളെ ഡേറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന കൺട്രി ഒക്കെയാണ് ചോദിക്കുന്നത്. എല്ലാം ഓക്കെ കൊടുത്ത് വിട്ടാൽ മതി. ഓക്കെ കൊടുത്ത് ഇങ്ങനെ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതാ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഇതേപോലെ വരും കേട്ടോ. കിലോമീറ്റർ കണ്ടില്ലേ? കിലോമീറ്റർ വന്നു കഴിയുമ്പം അതിനടുത്ത് നമ്മളെ റെസ്റ്റിൻ്റെ സ്ഥലത്ത് ഒരു ചെറിയൊരു ചതുരപ്പെട്ടി കണ്ടില്ലേ? അത് ഫില്ലാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതാണ് ടാക്കോ റീഡ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ അതിനുള്ള സമയം കൊടുത്ത് ഇത് കണ്ടില്ലേ? ഇപ്പോൾ അത് മാറിക്കഴിയുമ്പോൾ നമുക്ക് അടുത്തായിട്ട് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യലാണ്. ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. 2 പ്രാവശ്യം മേലേക്ക് ആക്കി കഴിഞ്ഞാൽ ലാംഗ്വേജിൻ്റെ ഓപ്ഷൻ വരും. കുറേ ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷ് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ടാക്കോ മെഷീനിൽ കാണിക്കുന്ന മൊത്തം ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ ടാക്കോ ഓൺ ചെയ്യുന്നതാണ്. ബിഗിനിങ് കൺട്രി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്കോ ഓണായി. അതുപോലെ തന്നെ ഈ മനുഷ്യൻ്റെ എംബ്ലം വരുന്നില്ലേ? ഇതിനകത്ത് കാണുന്ന ഈ ഫസ്റ്റ് സാധനം അത് 2 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതർ വർക്കിലാവും. അതർ വർക്കിലിട്ട് നമ്മൾ വണ്ടി മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്ത് പോവുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസവും അടിപൊളിയായിരിക്കട്ടെ.